താണ്ട ഈ നിൽക്കുന്ന മരം, ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും കാറ്റടിക്കുമ്പം ചാഞ്ഞ് വീട്ടിൻ്റെ മണ്ടയിലോട്ടാണ് വരുന്നത്. ഞങ്ങൾ ഉയിര് പേടിച്ചാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഈ മരത്തിൻ്റെ ഇടയിൽ നിന്ന് വേറെ എങ്ങും പോയി ഞങ്ങൾക്ക് 5 സെൻറ്റ് മണ്ണ് ആരും തരുന്നതുമില്ല. ഞങ്ങൾക്ക് പോയി കിടക്കാൻ നിവർത്തിയില്ല. കൊച്ചും കുട്ടികളുമായിട്ട് 10-40ഓളം വീടുകൾ ഞങ്ങളുണ്ട്. എല്ലാ വീട്ടിലും കൊച്ചും കുട്ടികളും പ്രായം ചെന്നവരും എഴിച്ചു ഓടാൻ വയ്യാത്തവരുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയുക. എൻ്റെ പേര് തങ്കമണി. ഞാൻ 35 വർഷം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുകയാണ്. ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ വലിയ വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് ഉറങ്ങാൻ ഭയങ്കര പേടിയാണ്. കാരണം കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നതാണ് അതിനകത്ത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കതൊരു വലിയൊരു ഇതാണ്. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ അരുപ്പയിൽ പഴയ റോഡ് പ്രദേശത്ത് താമസിക്കുന്ന 45ഓളം വരുന്ന കുടുംബങ്ങൾ ഭയം കൂടാതെ ഉറങ്ങിയിട്ട് കാലങ്ങളായി. ശക്തമായ കാറ്റോ മഴയോ വന്നാൽ ജീവനും കൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളും പെറുക്കി പ്രദേശം വിട്ട് ബന്ധുവീടുകളിലോ മറ്റോ പോകേണ്ട അവസ്ഥ. നാട്ടുകാരുടെ ഈ ദുരിതത്തിന് കാരണമാകട്ടെ അധികാരികളും. പ്രദേശത്തെ റിസർച്ച് വനമേഖലയിലുള്ള കൂറ്റൻ മരങ്ങളും മരച്ചില്ലകളും വീടുകൾക്ക് മുകളിലേക്ക് അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്നതാണ് ഇതിന് കാരണം. കൂറ്റൻ മരങ്ങൾ പലതും വേര് തെളിഞ്ഞും മണ്ണൊലിച്ചു പോയും അപകടാവസ്ഥയിലാണ്. ചിലതാകട്ടെ ഉണങ്ങി ഏത് നിമിഷവും നിലം പൊത്തിയേക്കാമെന്ന അവസ്ഥയിലുമാണ്. അപകടാവസ്ഥയിലുള്ള കൂറ്റൻ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കാണിച്ച് ഇവർ കാണാത്ത ജനപ്രതിനിധികളില്ല. കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളുമില്ല. റിസർച്ച് ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന വലിയ പടുകൂറ്റൻ മരങ്ങൾ, ഒരു ശിഖരം പോലും വീണാൽ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ വീടുകളിൽ. പഞ്ചായത്തിൻ്റെ വീടുകളും ഒക്കെയാണ്. അതിനകത്ത് ഈ മരങ്ങൾ വീണ് ഒരുപാട് തവണ പല വീടുകളുടെ മണ്ടയിൽ വീണിട്ടും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വന്ന് ചില ഏറ്റവും കുറേ പരാതികളൊക്കെ ചെല്ലുമ്പോൾ ചില ശിഖരങ്ങൾ മാത്രമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നൊരു ഇതാണ് കണ്ടുവരുന്നത്. ഇത് ഈ ഒരു വാർത്തയിലൂടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സമീപനം ഉണ്ടായി. ഈ മരങ്ങൾ മുറിച്ച് മാറ്റി വീടുകളെയും അവിടെയുള്ള ജനങ്ങളെയും പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വീടുകൾ കുടുംബങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനുള്ള അനന്തര നടപടികൾ പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന്. ഒടുവിൽ 2023 അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരിട്ട് നടത്തിയ നവകേരള സദസ്സിലും വനം മന്ത്രി ശശീന്ദ്രൻ നയിച്ച വനസദസ്സിലും നാട്ടുകാരുടെ കൂട്ടപരാതിയും നിവേദനങ്ങളും എത്തി. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും 52 മരങ്ങൾ 24ഓളം വീടുകൾക്കും മനുഷ്യജീവനും അപകടകരമാണെന്ന് കണ്ടെത്തുകയും സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതോടെ നടപടികൾ വേഗത്തിലാകുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചുവെങ്കിലും പ്രതീക്ഷ പാളി. റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട് വന്ന് 2.5 വർഷം കഴിയുമ്പോഴും മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ടിൽ പരാമർശിച്ച മരങ്ങളിൽ ചിലത് വീണ് വീടുകൾ ഉൾപ്പെടെ തകരുകയും ചെയ്തു. അന്ന് തൊട്ട് ഈ മരങ്ങൾ ഇങ്ങനെയെങ്കിലും ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്ന അവർ വന്ന് വല്ല ആണ്ടയ്ക്കും വന്ന് ഒരു കൊമ്പ് മുറിച്ചിട്ട് ബാക്കി അങ്ങ് കളഞ്ഞിട്ട് പോയി. എത്രയെങ്കിലും വീടുകളിൻ്റെ മണ്ടയിൽ കൂടെ മരങ്ങൾ മുറിഞ്ഞ് വീണ്, എൻ്റെ കുടുംബ വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ സീറ്റിൻ്റെ മണ്ടയിൽ മേളിൽ നിന്ന് മരം ഒടിഞ്ഞ് വീണ് പഞ്ചായത്തിൽ ചെന്ന് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പതിച്ചു തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേറൊന്നും തരാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് താഴത്തെ മരവും കൂടെ മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പേടിച്ച് കിടക്കാൻ വയ്യ. കൊച്ചുങ്ങളെ ഇങ്ങിട്ടുണ്ട്. കാറ്റ് വരുമ്പം താഴോട്ട് ഇറങ്ങി പോകാൻ നോക്കില്ല, മേലോട്ട് കയറാൻ നോക്കില്ല. മരം എല്ലാം കൂടെ ചാഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ താണ്ട ഈ ഒരു ഈട്ടി ഉണങ്ങി നിൽക്കും. അവർ ഈട്ടി ആയതുകൊണ്ട് അത് തൊടത്തില്ല. ആഞ്ഞിൽ നിൽക്കുന്ന ഈട്ടിയും തൊടത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നഷ്ടം വരുന്നതിന് മുമ്പേ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു നഷ്ടം വന്നതിന് ശേഷം അവർ അയ്യോ ചാത്തൊന്നും പറഞ്ഞ് കുറേ ആൾക്കാരെയും കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അത് ഞങ്ങളെ ജീവന് പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾക്കത് വേണ്ടപ്പെട്ടവർ വേണ്ടതുപോലെ ചെയ്യണം. ഞങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളെ മുമ്പേ വിളിച്ച് പറയാനേ പറ്റുള്ളൂ. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട ഇനി എന്ത് ചെയ്യണമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ശക്തമായ ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്ന് വാർഡ് മെമ്പർ ഷെഫീഖ് ചോഴിയക്കോട് പറഞ്ഞു. 2023 നമ്മൾ നവകേരള സദസ്സിലും അതുപോലെ തന്നെ വനസദസ്സിലും കൊടുത്ത അപേക്ഷയിന്മേൽ അന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാവുകയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഈ മരങ്ങൾ പരിശോധിക്കുകയും 24 വീടുകൾക്ക് ഇവിടെയുള്ള 52 മരങ്ങൾ ഭീഷണിയാണെന്ന് റിപ്പോർട്ടുണ്ടാക്കുകയും ആ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് റേഞ്ച് ഓഫീസർ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് 2.5 വർഷം കഴിയുകയാണ്. ഇതിനകത്ത് പല മരങ്ങളും വീണ്ടും ഒടിഞ്ഞു വീഴുകയും പല വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയും നഷ്ടമുണ്ടാവുകയൊക്കെ ചെയ്തു. ഒരു നഷ്ടപരിഹാരവും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാറില്ല. ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സമരഭൂമിയിലുണ്ടായിരുന്ന 94 ഏക്കറിലെ മുഴുവൻ റബ്ബർ മരങ്ങളും മുറിച്ചു മാറ്റി. നേരിട്ട് കാറ്റ് ഈ വലിയ മരങ്ങളിലേക്ക് അടിച്ചാൽ ഈ മരങ്ങൾ അടിയിൽ ഉണങ്ങിയ മരങ്ങളുണ്ട്, വേര് മണ്ണിന് മുകളിലുള്ള മരങ്ങളുണ്ട്, മണ്ണ് തന്നെ ഇല്ലാത്ത മരങ്ങളുണ്ട്.
ഇതെല്ലാം കൂടെ മറിഞ്ഞ് ഇവിടുത്തെ വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയും ജീവന് ഭീഷണിയാകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പുതിയ MLAയും വനംവകുപ്പ് മന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയുമുണ്ട് നാട്ടുകാർക്ക്. എൻ്റെ കയ്യിലുള്ളത് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ നിരവധി മരങ്ങൾ അപകടാവസ്ഥയിലാണെന്നും ജീവന് തന്നെ ആപത്തുണ്ടായേക്കാമെന്നും കാണിച്ച് നൽകിയ റിപ്പോർട്ടാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ഇവർക്ക് ഭീതിയില്ലാതെ ഉറങ്ങാനുള്ള സാഹചര്യമൊരുക്കണം. കുളത്തൂപ്പുഴയിലെ അരിപ്പയിൽ നിന്നും സനിൽകുമാർ, നാട്ടുവാർത്ത. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.